അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കരളിൻ്റെ കരളായ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരായ അല്ലേ, അള്ളാഹു ഈ ലോകത്തെ പടക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താ? മുത്ത് റസൂൽ ഈ ലോകത്ത് വരുന്നു. അതല്ലാതെ വേറെ ഒരു കാരണവുമില്ല. നബിതങ്ങൾ ഈ ലോകത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ അള്ളാഹു തആല സൃഷ്ടിക്കില്ല, സംവിധാനിക്കില്ലെന്നാണ്. അപ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മുത്തുനബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ചൊല്ലിക്കോണേ, സ്വലാത്ത് മറന്നു പോകരുതേ. റബീഉൽ അവ്വൽ വാതിക്കലെത്തി, എന്നിട്ടും സ്വലാത്ത് ചൊല്ലാത്തവരുണ്ടെങ്കിൽ അവരെ വലിയ പിശുക്കന്മാരാണ്. ഏറ്റവും വലിയ ബഖീൽ, ഏറ്റവും വലിയ പിശുക്കൻ ആരാണ് നബിയെ? അവൻ ആരാണെന്നറിയോ? വേറെ ഒന്നുമില്ല, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലുന്നില്ലേ, ഓൻ ആരാ? ഏറ്റവും വലിയ ബഖീലാണെന്നാണ്. അപ്പോൾ നമ്മൾ പിശുക്കന്മാരും പിശുക്കത്തികളും ആയി മാറാൻ പാടില്ല. നമ്മൾ ആവോളം വേണ്ടുവോളം സ്വലാത്ത് ചൊല്ലിക്കോ. മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ സദസ്സ് തുടങ്ങാം. ചൊല്ലിക്കോ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഈ ഒരു മാസത്തെ ഖൈറിലാക്കണേ അല്ലാ, ബറക്കത്തിലാക്കി തരണേ അല്ലാ, സലാമത്തിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഈ പുണ്യമായ മാസത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ താമസിയാതെ ഞങ്ങൾക്ക് ആ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ നീ വലിയ തൗഫീഖ്, വലിയ ഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹിജ്റ കലണ്ടറിൻ്റെ 3ാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ എന്താ അതിൻ്റെ അർത്ഥം? റബീ എന്ന് പറഞ്ഞാൽ വസന്തം എന്നാണ്. അൽ അവ്വൽ, റബീഉൽ അവ്വൽ, ആദ്യ വസന്തം എന്നാണ് ഈ ഒരു മാസത്തിൻ്റെ പേര് അല്ലേ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലേണ്ട മാസമാണ്. സ്വലാത്തുകൾ, മദ്ഹുകൾ, മൗലിദുകൾ, നബിയെ പറ്റിയുള്ള കീർത്തനങ്ങൾ, അവിടത്തോട് മുഹബ്ബത്ത് വരുന്ന എന്തെല്ലാം കാര്യങ്ങൾ, നബിതങ്ങളുടെ സുന്നത്തുകൾ പ്രാവർത്തികമാക്കുക, നബിതങ്ങളുടെ ജീവിതം നമ്മൾ പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം അല്ലേ. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മുടെ നാടും വീടും ഒക്കെ നബിയെ പറ്റി പറയുന്നു. ലോകം മുഴുവൻ നബിയെ പറ്റി പറയുമ്പോൾ നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. നബിതങ്ങളെ പറ്റി പറയുന്ന സദസ്സുകൾ കാണുമ്പോൾ ഒരു വിഷമമുണ്ടാവാൻ പാടില്ല, ഒരു പുച്ഛമുണ്ടാവാൻ പാടില്ല. അൽ മർഉ മഅ മൻ അഹബ്ബ, അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവൻ്റെ കൂടെ നീ നാളെ സ്വർഗത്തിലാണ്. മുത്തായ ഹബീബിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ ഒരു മാസം നമുക്ക് വേണ്ട, വർഷം മുഴുവനും, കാലഘട്ടം മുഴുവനും നമ്മൾ മുത്തായ ഹബീബിനെ ഇഷ്ടപ്പെടുക. പക്ഷേ നബിതങ്ങൾ ജനിച്ച മാസം വരുമ്പോൾ നമ്മൾ കൂടുതലായി അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇഷ്ടപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വാപ്പ ഉണ്ടാവില്ല നമ്മളെ സഹായിക്കാൻ, നമ്മുടെ ഉമ്മ ഉണ്ടാവില്ല നമ്മളെ സഹായിക്കാൻ അല്ലേ, ആരുമില്ലാത്ത മഹ്ശറ, खुदा के रूबरो जिस दिन क़यामत का वफा होगा उसी दिन बाप बेटे का न बेटा बाप का होगा. അല്ലാമ ഇഖ്ബാൽ പാടുന്ന ഒരു കവിതയാണ്, ഒരു വരിയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? വാപ്പ ഉമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല, ഉമ്മ മക്കളെ തിരിഞ്ഞു നോക്കുന്നില്ല, ഭർത്താവ് ഭാര്യയെ, സഹോദരൻ സഹോദരിയെ, ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് നമ്മെ തിരിഞ്ഞു നോക്കാൻ, നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളാകുന്ന നമ്മുടെ നേതാവ് മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് ആ നേതാവ് ആ സമയത്ത് നമ്മളെ നോക്കണമെങ്കിൽ, നമുക്ക് ശുപാർശ ചെയ്യണമെങ്കിൽ, നബിതങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ മാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷിക്കുക, മൗലിദുകൾ പാരായണം ചെയ്യുക. ഒരു ഹിക്കായത്തെങ്കിലും നമ്മൾ മൗലിദ് ഓതാൻ മറന്നു പോകരുത് അല്ലെ. ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ, നമ്മുടെ പള്ളികളിലൊക്കെ മൗലിദിൻ്റെ സദസ്സ് ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ ആരംഭിക്കുകയാണ്. നമ്മളും വീട്ടിൽ, എൻ്റെ ഉമ്മമാർ ശബ്ദം കേൾക്കുന്ന എൻ്റെ കരളിൻ്റെ കരളായ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, നിങ്ങൾ വീട്ടിലുണ്ടാകും. പുരുഷന്മാരൊക്കെ പള്ളിയിലായിരിക്കും, പള്ളിയിൽ മൗലൂദ് ഉണ്ടാകും. നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങളുടെ മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ മൗലിദ് ഓതുക. ഒരു ഹിക്കായത്ത് ഓതുക, അത് കഴിഞ്ഞ് ഒരു ബൈത്ത് ഓതുക. ഒരു ഹിക്കായത്ത്, ഒരു ബൈത്ത്, കുറഞ്ഞത് ഒരു ഹിക്കായത്ത്, ഒരു ബൈത്ത് ഒരു ദിവസം ഓതിയാൽ നിങ്ങളുടെ വീട് സ്വർഗ്ഗതുല്യമാകും. മലക്കുകൾ നിങ്ങളുടെ വീട് റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് നിങ്ങളുടെ വീട് വലിയ രൂപത്തിലുള്ള ഖൈറിന്റെ വീടായി മാറും. അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങളാണല്ലേ, മൗലിദ് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്.
അല്ല, തീപിടുത്തമുണ്ടാവില്ല ആ വീട്ടിൽ. മഹത്തുക്കൾ പറഞ്ഞു തരുന്നു, തീപിടുത്തമുണ്ടാവില്ലാത്ത വീടായി മാറും. ആ വീട്ടിലെ ഒരു മനുഷ്യനും പിന്നെ മുങ്ങി മരിക്കില്ല. നല്ല മനസ്സോടുകൂടി നമ്മൾ മൗലിദോദിയാൽ കിട്ടുന്നതാണ്. അല്ലെ, ഹർക്ക്, വബാ, മുങ്ങിമരണം, തീപിടുത്ത മരണം, പ്ലേഗ് രോഗം, അതുപോലെ തന്നെ എന്താണ് കള്ളന്മാരുടെ ശല്യം, ആപത്ത്, മുസീബത്തുകൾ എല്ലാത്തിനും തൊട്ടുമുള്ള കാവലുണ്ടാവാൻ മൗലിദോദൽ നമ്മൾ പതിവാക്കണേ. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസത്തിലെങ്കിലും നമ്മളൊന്ന് മൗലിദോദനേ. കാരണം ഈ മൗലിദ് എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി അള്ളാഹു മൗലിദ് ഓതിയിട്ടുണ്ട്. അള്ളാഹിന്റെ മലക്കുകൾ നബിയെ പറ്റി മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളെ പറ്റി സ്വഹാബിമാർ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. നബിയെ പറ്റി നബി തങ്ങൾ തന്നെ മൗലിദ് ഓതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈസാ നബിയുടെ ജനത പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പറ്റി പറയരുതേ. ഈസാ നബിയുടെ ജനത ഈസാ നബിയെ പറ്റി പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ, നബിതങ്ങൾ അള്ളാഹുവിൻ്റെ മകനാണ്, അള്ളാഹുവിൻ്റെ പുത്രനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൈവമാണ്, ഇലാഹാണ് എന്ന് നമ്മൾ ആരും വാദിക്കുന്നില്ല. നമ്മളെപ്പോഴും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്, ഹബീബാണ്. ആ ഒരു വിശ്വാസം നമുക്കുണ്ട്, അല്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റ് പ്രവാചകന്മാരെക്കാൾ, മറ്റു മനുഷ്യരെക്കാൾ ഒരുപാട് ശ്രേഷ്ഠതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആ മുത്തായ റസൂൽ ജനിച്ച ഈ മാസം സന്തോഷിക്കുക. മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ പറയുകയാണ്, ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻഹു നാതിഖും ബിഫമി. അല്ലാഹുവിൻ്റെ നബിയേ, താങ്കളെ പറ്റി പറയുന്ന സംസാരങ്ങൾ, താങ്കളെപ്പറ്റി പറയുന്ന സംസാരം എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാൻ എനിക്ക് പറ്റില്ല. നബിയെ, താങ്കളെപ്പറ്റി സംസാരിക്കുന്ന ഒരാളുടെ സംസാരം അത് അയാളുടെ നാവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല നബിയെ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല നബിയെ മദ്ഹ് ചെയ്യുന്നുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയുടെ മൗലിദ് അല്ലാഹു ഓതുകയാ. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ, താങ്കൾ അത്യുന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാൻ. ഇത് ഖുർആനിൽ അല്ലാഹു നബിയെ പറ്റി പറയുന്ന മൗലിദാ. പിന്നെയോ അള്ളാഹുവും അവൻ്റെ മലക്കുകളും എന്താ നബി തങ്ങളുടെ മൗലിദ് ഓതുന്നു. എന്താണ് ഓതുന്നത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇത് അല്ലാഹു തആല മലക്കുകളും നബി തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നു. അതായത് നബിയെ പറ്റി പുകഴ്ത്തി പറയുന്നു, നബിയുടെ മൗലിദ് ഓതുന്നു. നബിയെ പറ്റി പുകഴ്ത്തി പറയുന്നതെല്ലാം നബിയുടെ മൗലിദാണ്. സ്വലാത്ത് നബിതങ്ങളുടെ മൗലിദിൽപ്പെട്ടതാ. നബിതങ്ങളെ പറ്റി ഒരു മദ്ഹ് പാട്ട് പാടിയാൽ അതും മൗലിദിൽപ്പെട്ടതാ. അല്ലാഹു തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാണ്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഒരുപാട് വർണ്ണിക്കുന്ന രൂപത്തിൽ സ്വഹാബിമാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉമർ തങ്ങൾ, മഹാനായ കഅബ് തങ്ങൾ, മഹാനായ കഅബ് ബിൻ സുഹൈർ തങ്ങൾ, മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെ ഒരുപാട് സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഇങ്ങനെ പറയുമായിരുന്നു, പാടുമായിരുന്നു. നബിതങ്ങളെ പറ്റി തന്നെ പുകഴ്ത്തി പറയുന്നുണ്ട്. നബിതങ്ങൾ സ്വന്തം മൗലിദ് പറയുന്നുണ്ട്. അന ഖൈറുൻ അസ്ഹാബിൽ യമീൻ. ഞാൻ ആരാണ്? നല്ലവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാണ്. ഞാൻ നല്ലവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാണ്. അന ഖൈറുസ് സാബിഖീൻ. ഞാൻ മുൻകടന്നു പോയ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി അല്ലാഹു മൗലിദ് പറഞ്ഞിട്ടുണ്ട്, മലക്കുകൾ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒരു ഹദീസിൽ 4 മലക്കുകൾ, 4 മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം, മീകായിൽ അലൈഹി ഇസ്ലാം, ഇസ്രാഫിൽ അലൈഹി ഇസ്ലാം, അസ്രാ അലൈഹി ഇസ്ലാം, ഈ 4 മലക്കുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന, ഓരോ ആളുകളും സ്വലാത്ത് പറഞ്ഞാൽ അവർക്ക് ഈ മലക്കുകൾ ചെയ്തു കൊടുക്കുന്ന സഹായത്തെ പറ്റി പറയുന്നുണ്ട്. അതായത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതുന്നവർക്ക് മലക്കുകളുടെ കാവലുണ്ടാകും. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല, എത്ര പറഞ്ഞാലും ഒരിക്കലും അവസാനിക്കാത്ത മദ്ഹുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്, അല്ലേ? എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മൗലിദ് പറയാൻ, നബി തങ്ങളുടെ മദ്ഹുകൾ കേൾക്കാൻ, നബിയെ ഇഷ്ടപ്പെടാൻ മൃഗങ്ങൾ പോലും തയ്യാറായി, അല്ലെ? ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലെ അതാ ബുറാക്കുമായിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. ബുറാക്ക് എന്ന വാഹനവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബുറാക്കിന്റെ പുറത്ത് കയറുന്നതിന് മുമ്പ് ഈ ബുറാക്ക് വിറളി പിടിച്ചു എന്നാണ്. ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, ബുറാക്കേ, ഈ നിൽക്കുന്നത് ആരെന്നറിയോ? നിന്നെയും നിന്റെയും ലോകം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നീ വഹിക്കുന്ന മനുഷ്യരിൽ, ജീവികളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള ആളാണ്. അതുകൊണ്ട് ഈ മുത്തായ റസൂലിനെ വഹിക്കാൻ നിനക്കൊരു തരത്തിലുള്ള മടിയും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ ബുറാക്ക് എന്ന് പറയുന്ന ആ ഒരു മൃഗം അത് നബി തങ്ങളോട് ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുകയും നബിയെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. നാളെ സ്വർഗത്തിൽ ഈ ബുറാക്ക് എന്ന വാഹനം നാളെ നബി തങ്ങളുടെ വാഹനമായി തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. അപ്പം നബിയെ സ്നേഹിക്കുന്ന മൃഗങ്ങൾക്ക് പോലും, നബിയെ ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾക്ക് പോലും, നബിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ആ നബിയെ പറ്റി പറയുന്ന മജ്‌ലിസുകൾക്കും ഒക്കെ വലിയ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലായി. ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ, ഈ മൗലിദ് കഴിക്കുക എന്ന് നിങ്ങൾ പറയുമല്ലോ, മൗലിദ് ഈ നബിതങ്ങളുടെ കാലത്ത് മൗലിദുണ്ടോ, അതുപോലെ തന്നെ സ്വഹാബിമാരുടെ കാലത്ത് മൗലിദുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയട്ടെ, ഇന്ന് നമ്മളെ സംഘടിപ്പിക്കുന്നത് പോലെ ഒരുപാട് പേര് ഒരുമിച്ച് കൂടി ലൈറ്റ് അലങ്കാരങ്ങളൊക്കെ വെച്ച് നല്ല രൂപത്തിൽ മെയ്ക്കിലൊക്കെ നല്ല ശൈലിയിൽ മൗലിദ് ഓതി അവസാനം ദ്വാരക്കുന്നു, ചീരന് കൊടുക്കുന്നു, എല്ലാവരും സന്തോഷത്തോടു കൂടി പിരിയുന്ന അങ്ങനെ ഒരു മൗലിദിന്റെ സദസ്സ് നബിതങ്ങളുടെ കാലത്തില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും മൗലിദ് ഉണ്ടായിരുന്നു. അത് പല രൂപത്തിലാണ്, പല നാടുകളിലും പല രൂപത്തിലും പല ഭാവത്തിലും പല ശൈലിയിലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് സംഘടിപ്പിക്കുക. ഇപ്പോൾ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതി എങ്ങനെ 2 വരി പാടും. നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് 2 വരി പാടും. അതെന്താണ്? നബി തങ്ങളുടെ മൗലിദാൻ. നബി തങ്ങൾ എത്രയോ പ്രാവശ്യം തൻ്റെ തോളിൽ കിടന്നിരുന്ന ഷോള് ഈ നബി തങ്ങളെ പറ്റി മൗലിദ് പാടിയപ്പോൾ, മദ്ഹ് പാടിയപ്പോൾ ഈ സ്വഹാബിമാർക്ക് അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾക്ക് മദീന പള്ളിയിൽ ഒരു മിമ്പർ തന്നെ ഉണ്ടായിരുന്നു. നബി തങ്ങളെ മദ്ഹ് പറയാൻ വേണ്ടി പ്രത്യേകമായ ഒരു സ്ഥാനം തന്നെ കൊടുത്തിരുന്നു എന്നാണ്. അപ്പോൾ ഈ മൗലിദിന്റെ മാസമാകുന്ന ഈ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ ഞാൻ പറയട്ടെ, മൗലിദിന്റെ സദസ്സ് അത് നബി തങ്ങളുടെ കാലം മുതലേ ഉള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നത്തതുപോലെ ഒരു സദസ്സില്ല എന്ന് മാത്രം, പക്ഷെ സദസ്സുണ്ട്. പല സ്വഹാബിമാർ നബി തങ്ങളെ പറ്റി എത്രയോ മദ്ഹുകൾ പറഞ്ഞിരുന്നു, എത്രയോ സ്വഹാബിമാർ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, താബിഈങ്ങൾ പറഞ്ഞു, തബഈ താബിഈങ്ങൾ പറഞ്ഞു, അല്ലേ? പലരും ചോദിക്കുന്നുണ്ട്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന് തഴവാ ഉസ്താദ് പാടിയിട്ടുണ്ടല്ലോ. തഴവാ ഉസ്താദ് അങ്ങനെ പാടിയിട്ടുണ്ടല്ലോ, എന്ത് മൗലിദ് കഴിക്കൽ മുമ്പൊന്നും പതിവില്ലാത്തതാണ്, അത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്ന് തഴവാ ഉസ്താദ് പാടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നബി തങ്ങളുടെ കാലത്തൊന്നും ഈ ഒരു സദസ്സ്, ഈ ഒരു മൗലിദിന്റെ പരിപാടി ഇല്ല, അങ്ങനെ നമ്മൾ തള്ളിക്കളയണ്ട. നബി തങ്ങളുടെ കാലത്തും മൗലിദുണ്ട്, പക്ഷെ അത് ഈ രൂപത്തിലല്ല, മറ്റൊരു രൂപത്തിലാണ്. ഇന്ന് കാണുന്ന തരത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടി അവിടെ മൗലിദ് ഓതുക, ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ മുദഫർ രാജാവിന്റെ കാലത്തൊട്ടാണ് ഇങ്ങനെ ഉണ്ടായത്. മലിക്കുൽ മുദഫർ ധീരനായൊരു രാജനാ, ഇർബർ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠനാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ ഈ മുദഫർ രാജാവ് ഇന്ന് കാണുന്ന തരത്തിൽ, ഇന്ന് നമുക്ക് ആ രാജാവിൻ്റെ ആ ഒരു കാലം തൊട്ടാണ് ഇത്തരത്തിൽ നമുക്ക് ഈ മൗലിദിൻ്റെ സദസ്സ് ഇങ്ങനെ സംഘടിപ്പിക്കാനുള്ള ആ ഒരു ആശയം കിട്ടിയത്. അതിനു മുമ്പ് സ്വഹാബിമാരുടെ കാലത്തും താബിഈകളുടെ കാലത്തും ഒക്കെ മറ്റൊരു രൂപത്തിലായിരുന്നു.
പിന്നെയോ എന്നിട്ട് പറയുന്നു, ഈ മുദഫർ രാജാവിൻ്റെ മൗലിദിൻ്റെ സദസ്സിൽ ഒരുപാട് പണ്ഡിതന്മാരും വരുമായിരുന്നു, സൂഫികൾ വരുമായിരുന്നു. അവർക്കൊക്കെ രാജാവ് ഈ മൗലിദിൻ്റെ സദസ്സിൽ പങ്കെടുത്തത് കൊണ്ട് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ മുദഫർ രാജാവ് എന്ത് ചെയ്യും? ഈ ഒരു മൗലിദിൻ്റെ സദസ്സിൽ എത്രത്തോളം ഇവിടെ പറയുന്നുണ്ട്, ആയിരക്കണക്കിന് ആടുകൾ, അതായത് 5000 ആട്, 10,000 കോഴിയൊക്കെ ഇവിടെ കറി വെച്ച് ആ വരുന്ന ആളുകൾക്കും നാട്ടുകാർക്കും ഒക്കെ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം പറയുന്നു, മൗലിദ് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമായിട്ട് മഹാനവറുകൾ പറയുകയാണ്, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദും നീങ്ങുവാനുതകുന്നതാ. കണ്ണേർ ഉണ്ടാവില്ല, അതുപോലെ അസൂയ ഉണ്ടാവില്ല, തീപിടുത്തം ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇതൊക്കെ ആര് പറഞ്ഞതാ? ഇതുപോലെ തന്നെ സുയൂത്തി തന്റെ വസായിലിൽ പറയുന്നതാ, നീ നോക്ക് ശറഹു ശമായിലിൽ. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞതല്ല, മഹാനായ വലിയ പണ്ഡിതനായിരുന്ന ഇമാം സുയൂത്തി തങ്ങള് തന്റെ വസായിൽ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മൾ നിലാവ് കണ്ടാൽ മൗലിദിന്റെ സദസ്സിലേക്ക് നമ്മൾ പങ്കെടുക്കുകയാണ്, നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ ചാനലിൽ ഇൻഷാ അല്ലാഹ് മൗലിദിന്റെ സദസ്സ് ഉണ്ടാകും. ഇന്ന് റബീഉൽ അവ്വൽ 1 ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മൗലിദിന്റെ സദസ്സ് ഇന്ന് തുടങ്ങും. എല്ലാവരും പങ്കെടുക്കുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും കൂടി നമുക്ക് മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കാം, മൗലിദ് ഓതാം. മൗലിദ് മൊത്തം ഓതില്ല, 1-2 ഹിക്കായത്ത് മാത്രം ഓതി നമ്മൾ ദ്വാരക്കും. പിന്നെ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12 നമ്മൾ മുഴുവനായി മൗലിദ് എല്ലാവരും ഒന്നിച്ച് ഓതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ മൗലിദ് ഓതുമ്പോൾ കിട്ടുന്ന പുണ്യങ്ങൾ മുഴുവനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഈ സ്വലാത്ത് റബീഉൽ അവ്വൽ മാസം അല്ലെ, ഇന്ന് മഗ്‌രിബിന് മുമ്പ് ഒരു 3 പ്രാവശ്യം 3 വട്ടം ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഓതിയാൽ നമുക്ക് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ല രൂപത്തിൽ മനസ്സും ശരീരവും ഒക്കെ കൊടുത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല രൂപത്തിൽ ഈ ഒരു മാസത്തെ സ്വീകരിക്കുവാനും ഈ ഒരു മാസത്തിൽ ഒരുപാട് സ്വലാത്തുകൾ പറയാനും മദ്ഹുകൾ പറയാനും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് തൗഫീക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ കണ്ട് തന്നെ ഓതിയാൽ മതി, കാണാതെ പഠിക്കണമെന്നില്ല, കണ്ട് തന്നെ നിങ്ങൾക്ക് ഓതാവുന്നതാണ്. ഒരൊറ്റ 3 പ്രാവശ്യം ഇന്ന് മഗ്‌രിബിന് മുമ്പ് നിങ്ങൾ ഓതി ഇൻഷാ അല്ലാഹ് ഈ ഒരു മാസത്തെ നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. അപ്പോൾ ഏതാണ് ആ സ്വലാത്ത്? അപ്പോൾ സ്വലാത്ത് നമ്മൾ പറയാൻ പോകുന്നു 3 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബിന് മുമ്പ് ഈ സ്വലാത്ത് പറയുക. ഏതാണത്? അസ്സലാത്തു, എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാ, ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ, മുത്തായ റസൂലിനോടുള്ള ഇഷ്ടം നീ അധികരിപ്പിച്ചു തരണേ അല്ലാ, മുത്തായ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാ, മുത്ത് റസൂലിന്റെ സുന്നത്തുകൾ പ്രാവർത്തികമാക്കാൻ നീ തൗഫീക്ക് തരണേ അല്ലാ. ഒന്ന് പറഞ്ഞു, 2 പ്രാവശ്യം കൂടി പറഞ്ഞു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. ഒന്നുകൂടി, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് ഒരുപക്ഷെ ഞങ്ങൾ കടക്കുകയാണ്. റബ്ബേ, നീ ഞങ്ങളിൽ നിന്നും ഈ ഒരു സഫർ മാസത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ നീ ഖബൂലാക്കണേ റഹ്മാനെ. വരുന്ന റബീഉൽ അവ്വൽ മാസത്തെ നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് സ്വീകരിക്കുവാനും ഒരുപാട് സ്വലാത്തുകൾ പറയാനും മൗലിദിൽ പങ്കെടുക്കാനും എല്ലാവർക്കും, ഈ കൂടിയിട്ടുള്ള എല്ലാവർക്കും നീ വലിയ ഉദവി നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.